മനുഷ്യൻ്റെ മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്, ഒരിടത്ത് ഉറച്ചു നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ കുരങ്ങനെ പോലെ ചാടുന്ന മനസ്സിനെ ഒരിടത്ത് പിടിച്ച് അടക്കി നിർത്തി നമുക്ക് വേണ്ടും വിധം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിനെ നിയന്ത്രിച്ചാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ധ്യാനിക്കാനും അമ്പലത്തിൽ പോകാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാനും ഒക്കെ പറയുന്നത്. അല്ലാതെ ഒരു സന്യാസിയാവാനോ അതിനൊക്കെ അതിനായിട്ട് പ്രത്യേകിച്ച് ആളുകൾ പോകുന്നതാണ്. അല്ലാതെ സാധാരണക്കാരൊക്കെ ഇത്രയൊക്കെ ചെയ്താൽ, കുറച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്താലേ അവരുടെ മനസ്സിനെ വരുതിയിൽ നിർത്താനാവുകയുള്ളൂ. അതെങ്കിലും ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ദോഷമാണ്.